ഞങ്ങളുടെ കർത്താവായ യഹോവേ, നിന്റെ നാമം ഭൂമിയിലൊക്കെയും എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തിൻ്റെ കാലഘട്ടമാണല്ലോ. അതിൻ്റെ അനുസ്മരണയിലാണ് വ്രതം അനുഷ്ഠിക്കുന്നത്. 3 ചിന്തകളാണ് ഈ സാഹചര്യങ്ങളിൽ നമ്മൾ ഓർക്കുന്നത്. 1 ധ്യാനം, 2 മൗനം, 3 നിഷ്ഠ. ധ്യാനത്തിലൂടെ തിരുവചനത്തെ നാം ആവാഹിക്കുകയും അത് മനനം ചെയ്യുന്നതിലൂടെ ജീവിതത്തെ അർത്ഥവത്താക്കുകയും ചെയ്യുന്ന ഒരു നാളാണ് നോമ്പുകാലം. ദൈവവചനം കാലിക പ്രസക്തി ഉള്ളതാണ്. ദ വേർഡ് ഓഫ് ഗോഡ് ഈസ് ട്രസ്റ്റ്വർത്തി, ഡിപ്പെൻഡബിൾ ആൻഡ് ഇറ്റേണൽ. 2 മൗനമാണ്. വചനം വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മൾ വചനം മനസ്സിൽ ആവാഹിച്ചുകൊണ്ട് മൗനിയായിരിക്കുന്നു. ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ നിമിഷമാണ്. സൈലൻസ് ഇസ് ഗോൾഡൻ. നോമ്പിൻ്റെ കാലഘട്ടത്തിൽ മൗനം നമ്മുടെ വാക്കുകളെ ശുദ്ധീകരിക്കുന്നതാവണം. നമ്മുടെ വാക്കുകൾ പലപ്പോഴും മറ്റുള്ളവർക്ക് ഉപദ്രവം ചെയ്യാറുണ്ട്. നമ്മുടെ ആശയ സംവേദനങ്ങൾ മറ്റുള്ളവർക്ക് ഉപദ്രവം ചെയ്യാറുണ്ട്. വായിലെ വാക്കുകൾ കൃപയോട് കൂടിയതായിരിക്കണം, ഉപ്പിനാൽ രുചി വരുത്തുന്നതുമായിരിക്കണം. യു തിങ്ക് ടോയ്സ് ബിഫോർ യു സ്പീക്ക് ആൻഡ് ആക്ട്. സങ്കീർത്തനക്കാരൻ 19-ാം സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും അങ്ങേക്ക് പ്രസാദകരമാവണം. ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന നോമ്പിൻ്റെ ഈ കാലഘട്ടത്തിൽ കർത്താവിൻ്റെ വാക്കുകൾ ലാവണ്യമുള്ള വാക്കുകളായിരുന്നു. അത് അനുസ്മരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ വാക്കുകൾ ഏറ്റവും ശുദ്ധിയുള്ളതാവണം. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിക്കുന്നത്, എൻ്റെ വായിലെ വാക്കുകൾ ഏറ്റവും അനുഗ്രഹകരമാവണം, എൻ്റെ വായിലെ വാക്കുകൾ അങ്ങേക്ക് പ്രസാദകരമാവണം. വായിലെ വാക്കുകളും മനസ്സിലെ ധ്യാനവും അങ്ങേക്ക് പ്രസാദകരമാവുന്ന ഒരു കാലഘട്ടമാണിത്. തൊടുത്തു വിട്ട അമ്പ്, നഷ്ടപ്പെട്ടു പോയ വാക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല. ഒരു വാക്ക് ഉച്ചരിക്കുന്നതിന് മുമ്പ് നമ്മൾ ആലോചിക്കണം എന്താണ് പറയാൻ പോകുന്നത്. അതുകൊണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ, നോമ്പിൻ്റെ ഈ കാലഘട്ടത്തിൽ മൗനിയായിരിക്കാം. മൗനിയായിരുന്ന് നമുക്ക് ആത്മ തേജസ്സുള്ളവരായി, ഉത്തേജനമുള്ളവരായി, കൃപയുള്ളവരായി മറ്റുള്ളവരോട് സംവദിക്കുവാൻ ഇടയാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിഷ്ഠ. നമ്മുടെ ജീവിതത്തിൽ നിഷ്ഠയ്ക്ക് ഒരു പ്രാധാന്യമുണ്ട്. ഡിസിപ്ലിൻഡ് ലൈഫ് വേണം. എ ഗുഡ് ഡിസൈപ്പിൾ ഇസ് എ ഡിസിപ്ലിനറിയൻ. അങ്ങനെയുള്ള ഒരു നോമ്പ് കാലം ആവട്ടെ. തുടർന്നുള്ള കാലഘട്ടം, ഉദ്ധാനത്തിന് കാലഘട്ടം, അതിനുശേഷം നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് ഏറ്റവും സന്തോഷകരമായി, മറ്റുള്ളവരെ ഉത്തേജിപ്പിക്കുന്ന ഏറ്റവും അനുഗ്രഹകരമായ ഒരു കാലഘട്ടമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി, നമസ്കാരം.